കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. വലിയ പരീക്ഷയൊക്കെ ആവാനായല്ലേ? അപ്പോൾ നമുക്കിന്നൊരു ജീവചരിത്ര കുറിപ്പ് നോക്കാം. എക്സാമിന് എന്താണെങ്കിലും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ജീവചരിത്ര കുറിപ്പ് എഴുതാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ്, നോക്കിയിട്ട് വരാം. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ചിത്രകാരനാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി. മലയാള സാഹിത്യത്തിലെ ഉജ്ജ്വലരായ കഥാപാത്രങ്ങളിൽ പലരും മലയാളിയുടെ മുന്നിലെത്തിയത് നമ്പൂതിരി വരഞ്ഞ ദീർഘകായകരായാണ്. വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ച കരുവാട്ടുമനയ്ക്കൽ വാസുദേവൻ നമ്പൂതിരിയുടെ വിരത്തുമ്പിൽ ചായക്കൂട്ടുകൾ മാത്രമല്ല, തടിയും ലോഹവും കല്ലും സിമന്റും മണ്ണും മരവുമെല്ലാം സുന്ദരമായി വഴങ്ങി. ജീവിതത്തിലെ ലാളിത്യവും നിർമ്മലതയും കലയിലും പ്രതിഫലിപ്പിച്ചിരുന്നു നമ്പൂതിരി. 1925 ഓഗസ്റ്റ് 19 പൊന്നാനി കരുവാട്ടില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിയുടെയും ശ്രീദേവി അന്തർജനത്തിൻ്റെയും മകനായി ജനിച്ചു. KCS പണിക്കർ, DP റോയ്, ചൗധരി തുടങ്ങിയ ഗുരുക്കന്മാരിലൂടെ മദ്രാസ് ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് ചിത്രകല അഭ്യസിച്ച നമ്പൂതിരി 1960 രേഖാചിത്രകാരനായി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ചേർന്നത്. മലയാള ആധുനികതയുടെ സാഹിതീയമായ സാംസ്കാരിക സന്ദർഭത്തെ രേഖാചിത്രം എന്ന വ്യവഹാരിതയിലൂടെ സ്മാരകപ്പെടുത്തിയ ഒരാളാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി. തകഴി ശിവശങ്കരപ്പിള്ള, കേശവദേവ്, MD വാസുദേവൻ നായർ, ഉറൂപ്പ്, SK പൊറ്റക്കാട്, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, VKN എന്നിവരുടെ മികച്ച രചനകൾക്ക് അദ്ദേഹം രേഖാചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. മലയാള സാഹിത്യത്തിലെ പ്രകാശസ്തംഭങ്ങളായ പല രചനകളും വായനക്കാരിലേക്ക് എത്തിയത് നമ്പൂതിരിയുടെ വരയ്ക്കൊപ്പമാണ്. MDയുടെ രണ്ടാമൂഴത്തിനും VKNന്റെ പിതാമഹനും പയ്യൻ കഥകൾക്കുമൊക്കെ നമ്പൂതിരി വരച്ച ചിത്രങ്ങൾ പ്രശസ്തമാണ്. അരവിന്ദന്റെ ഉത്തരായനം, കാഞ്ചനസീത എന്നീ സിനിമകളുടെ കലാസംവിധായകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഉത്തരായനത്തിന്റെ കലാസംവിധാനത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. കളിമണ്ണിലും ലോഹത്തിലും സിമന്റിലും ധാരാളം ശില്പങ്ങളും ചെയ്തിട്ടുണ്ട് നമ്പൂതിരി. കേരള ലളിതകലാ അക്കാദമി അധ്യക്ഷനായി പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള ലളിതകലാ അക്കാദമിയുടെ രാജാ രവിവർമ്മ പുരസ്കാരം, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബാലസാഹിത്യ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങളും ലഭിച്ചു. കൊച്ചിയിലെ ദർബാർ ഹാൾ ഗ്രൗണ്ട് ഒരു ആർട്ട് ഗ്യാലറിയാക്കി മാറ്റിയതിൽ നമ്പൂതിരിയുടെ സംഭാവനകൾ നിസ്തുലമാണ്. കേരളത്തിലെ നഗരങ്ങളെ ചിത്രീകരിക്കുകയെന്ന സ്വയം നിയുക്ത ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് നഗരങ്ങൾ എന്ന പദ്ധതി കൊച്ചിയിൽ ആരംഭിച്ചിരുന്നു. കഥകളി നർത്തകരെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിത്രശേഖരവും ശ്രദ്ധേയമാണ്. ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹം തന്റെ 98-ാം വയസ്സിൽ മലപ്പുറം കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചു. മലയാള ചിത്രശില്പകലാരംഗത്തിന് മുന്നിൽ നമ്പൂതിരി തീർത്ത ഭാവുകത്വ പരിണാമ ചിത്രത്തിന്റെ പൂർണ്ണരൂപം കാലത്തിന്റെ ഇനി വരുന്ന അധ്യായങ്ങളിലാവും കാണാനാവുക.